ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നോക്കിക്കോളാം. ഇത് യെല്ലോ അംബ്രല്ല, അതാണ് നമ്മുടെ സ്റ്റോറി എന്ന് പറയുന്നത്. ഒരു കോട്ട് ഉണ്ട് ഡോർബെയിൽ. ആ കോട്ട് എന്ന് പറയുന്നത് നിങ്ങൾ ഇത് ടെക്സ്റ്റ് ഒന്നും നോക്കണ്ട, ഒരുപാട് നാളായി ഞാൻ ഇത് കൊണ്ടുവന്നിട്ട്. I do not ask the wounded person how he feels. I myself become a wounded person. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുറിവേറ്റ മനുഷ്യൻ എങ്ങനെയാണ്, അയാൾക്ക് എങ്ങനെയുണ്ട്, അയാൾക്ക് എന്ത് തോന്നുന്നു എന്ന് ഞാൻ ചോദിക്കില്ല. പകരം ഞാൻ അയാളുടെ അവസ്ഥയിലായിരുന്നു എങ്കിൽ അങ്ങനെ ഞാൻ ചിന്തിക്കും, അങ്ങനെ ഞാൻ പ്രവർത്തിക്കും. അതാണ് ഇവിടെ പറയുന്നത്. വാൾട്ട് വിറ്റ്മാൻ ആണ് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, നമ്മൾ ഒരാളുടെ വിഷമത്തിൽ പങ്കുചേരുക, അത്രേ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതൊരു കുഞ്ഞു സ്റ്റോറിയാണ്. നമുക്ക് 2 പാരഗ്രാഫ് പഠിക്കാം. We all have memories. Okay, ഇത് യെല്ലോ അംബ്രല്ല ആണ്. Have you ever അതിന് മുമ്പ് വരുന്നുണ്ട്. Have you ever received a gift? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടോ? എനിക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സിൻ്റെന്നും എൻ്റെ താത്താരേന്നും ഒക്കെ കിട്ടിയിട്ടുണ്ട്, കാക്കാരേന്നും കിട്ടിയിട്ടുണ്ട്. Did it remind you of a special event in your life or of someone you love? നിങ്ങൾക്ക് അതിനെ ഒരു സ്പെഷ്യൽ ഇവൻറ്റിലാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊരു സ്പെഷ്യൽ മൊമെൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? അതൊരു പ്രത്യേക തരം ഒരു ഫീലിങ്സ് വന്നിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളായിരിക്കുമല്ലോ തരുന്നത്, ആളോടൊരു പ്രത്യേക തരം ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നിയിട്ടുണ്ടോ? അത്രയാണ് ഇവിടെ. ആ ഗിഫ്റ്റ് കാണുമ്പോൾ എപ്പോഴും നിങ്ങൾ കയ്യിൽ ആ ഗിഫ്റ്റ് ഉണ്ടെന്ന് വയ്ക്കുക. അപ്പോൾ ആ ഗിഫ്റ്റ് കാണുമ്പോൾ അത് തന്ന ആളെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ആ ഒരു ഇവൻറ്റിനെ പറ്റിയിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നൊക്കെയാണ് ഇവിടെ ചോദിക്കുന്നത്. ഇനി ദ യെല്ലോ അംബ്രല്ല, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അടുത്തത് യെല്ലോ അംബ്രല്ല. വി ഓൾ ഹാവ് മെമ്മറീസ്. സം ഓഫ് ദം ആർ പ്ലസന്റ്, സം ഓഫ് ദം ആർ പെയിൻഫുൾ. വി സംടൈംസ് കം അപ്പോൺ ബാഡ് ടൈംസ്. അതായത് നമുക്ക് എല്ലാവർക്കും മെമ്മറീസ് ഉണ്ട് അല്ലേ, നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഓർമ്മകളുണ്ട്. അതിൽ ചിലതൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട്, ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് നല്ല അടിപൊളി ഒരു അനുഭവമായിരിക്കും അല്ലെങ്കിൽ ഒരു ഓർമ്മയായിരിക്കും. പക്ഷെ ചിലതൊന്നും നമ്മളെ വിട്ടുപോകാൻ ആവാത്തത്രയും വേദന ഉള്ളതായിരിക്കും. വി സംടൈംസ് കം അപ്പോൺ ബാഡ് ടൈംസ്. അതായത് ചില സമയങ്ങളിൽ നമുക്ക് വളരെ ബാഡായിട്ടുള്ള അവസ്ഥകളിലൂടെ തരണം ചെയ്യേണ്ടി വരണമെന്ന് ഇരിക്കും. മെമ്മറീസ് ഓഫൻ മേക്ക് ദം മോർ പെയിൻഫുൾ. അതായത് നമ്മൾ ഈ മെമ്മറീസ് ഉണ്ടല്ലോ, അതിങ്ങനെ നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോൾ ആ ഒരു മെമ്മറിയിലോട്ട് അതിങ്ങനെ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് അത് കൂടുതൽ കൂടുതൽ പെയിൻഫുൾ ആയിരിക്കും, കൂടുതൽ വേദന എന്തൊരു ഒരു വാക്ക് പറയും, അതിന് ഞാൻ മറന്നുപോയി. അപ്പോൾ ഭയങ്കര വേദന ഉണ്ടാക്കും, അങ്ങനെ അറിഞ്ഞാൽ മതി. ഒക്കേഷണലി എ മെമ്മറി അവീക്കൻസ് ഇൻ us the desire to possess something. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു മെമ്മറി എന്ന് പറയുന്നത് നമുക്കൊരു ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുക, അതായത് നമുക്ക് സ്വന്തമാക്കണം എന്നുള്ള ഒരു ആഗ്രഹം ആ ഒരു മെമ്മറിയിലൂടെ നമുക്ക് വരും. അതാണ് ആ ഒരു മെമ്മറി ഉണർത്തും, അതാണ് പറയുന്നത്. The desire often has nothing to do with intrinsic value or price of the object. അതായത് ഒരു മെമ്മറിയിലൂടെ നമുക്ക് ഇൻട്രിൻസിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുക ഇമ്പോർട്ടൻസ്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഒബ്ജക്റ്റിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റ് എത്രത്തോളം നമ്മളിൽ ആഴ്ന്നിറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഒരു മെമ്മറി നമുക്ക് മനസ്സിലാക്കി തരും. ഒരു മെമ്മറി ഓക്കെ, അപ്പം അത് നമ്മൾക്ക് അതിൻ്റെ ഒരു പ്രൈസ് വെച്ചിട്ടില്ല. ഇപ്പം നമ്മൾ ക്രിസ്മസ് ഫ്രണ്ടിനെ എടുക്കുമ്പോൾ ഇപ്പോൾ ഒരാളതിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് അയാൾ ഒരു കുഞ്ഞു മിഠായി വാങ്ങിച്ച് എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് കൊടുത്തു. അടുത്ത ആളിന് ഇയാളെ തന്നെയായിരിക്കും, ആ ഒരു ഗിഫ്റ്റ് കിട്ടിയ ആളിന് ഇയാളെ തന്നെയായിരിക്കും തിരിച്ചു കൊടുത്തത്. അയാൾ ഒരു വലിയ പെട്ടിയിൽ കൊടുത്തു. അപ്പം അയാളൊരു വല്ലാത്തൊരു മൈൻഡുള്ള ആളാണെങ്കിൽ അയാൾ ഇങ്ങനെ ചിന്തിക്കും, ഞാൻ അത്രയും വലിയ ഗിഫ്റ്റ് കൊടുത്തിട്ട് എനിക്ക് ഇത്ര ചെറിയ ഗിഫ്റ്റാണല്ലേ അവൻ തന്നത് എന്നിങ്ങനെ വിചാരിക്കും. പക്ഷെ ഒരു നല്ല മൈൻഡുള്ള ഒരാളാണെങ്കിൽ അതൊന്നും കുഴപ്പമില്ല, എനിക്കിത് മതി, ഞാൻ ഹാപ്പിയാണ്, അങ്ങനെ പറയും. ഓക്കെ, അത്രേ ഉള്ളൂ. നമ്മളെ ഒരു വാല്യൂ വെച്ചിട്ടാണ്, ആ സ്നേഹം വെച്ചിട്ടാണ് മനസ്സിലാക്കാവുന്നത്. A yellow umbrella make look a
ട്രിവിയൽ ഒബ്ജക്റ്റ് ടു യു, അതായത് നിങ്ങൾക്ക് ഒരു യെല്ലോ അംബ്രല്ല എന്ന് പറയുന്ന ഭയങ്കരമായിട്ടുള്ളൊരു ഭയങ്കര ഒരു ട്രിവിയൽ, അതായത് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും. ഇറ്റ് ഈസ് നോട്ട് എനിത്തിങ് ദാറ്റ് യു ബാഡ്ലി വിഷ് ടു ഓൺ, അതായത് നിങ്ങൾ ഒരിക്കലും അത് വേണമെന്ന് ആഗ്രഹിച്ച് കാണില്ല. ദാറ്റ് ഈസ് ബിക്കോസ് ഇറ്റ് ഹാസ് നോ പെർട്ടിക്കുലർ അട്രാക്ഷൻ ടു യു, അതായത് അതിന് നിങ്ങളോടൊരു പ്രത്യേകതരം അട്രാക്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. Your parents have bought you several umbrellas since your first year at school. Some of them quite colorful and attractive. അത് നിങ്ങളെ അമ്മയും അച്ഛനും ഒക്കെ ഒരുപാട് അംബ്രല്ലാസ് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. ലാസ്റ്റായിട്ട് ഞാൻ ഈ വർഷമാണ് അംബ്രല്ല വാങ്ങുന്നത്. അതിന് മുമ്പ് ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിച്ച അംബ്രല്ലാസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം അതിൽ കുറേയൊക്കെ കളർഫുൾ ആയിട്ടുള്ളതായിരിക്കും, കുറച്ചൊക്കെ അത്ര കൊള്ളില്ലാത്തതും ആയിരിക്കും, പക്ഷെ ക്വാളിറ്റി ഉണ്ടാവുന്നതായിരിക്കും, അങ്ങനെയായിരിക്കും. നമ്മുടെ ഫസ്റ്റ് ഇയർ അറ്റ് സ്കൂളിലായിരിക്കും ആദ്യമായിട്ട് നമുക്ക് കുടയൊക്കെ സ്വന്തമായിട്ട് വാങ്ങിച്ചു തരാം അല്ലേ. There has been nothing special about a yellow umbrella in your life. നമ്മളുടെ ഇന്ന് ലൈഫിലും, നമ്മളുടെ എന്നല്ല ആരുടെയും എന്ന് പറയാൻ പറ്റില്ല, കാരണം ചിലവരുടെ ലൈഫിൽ കാണുമായിരിക്കും. അപ്പം നമ്മളുടെ ഒന്നും ലൈഫിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിരിക്കില്ല അല്ലേ ഒരു യെല്ലോ അംബ്രല്ല എന്ന് പറയുന്നത്. ഒരു മഴ നനയാതിരിക്കാനുള്ള ഒരു കുട, അത്രേ ഉള്ളൂ. But for Joseph, a young boy from Palmas in Brazil, a yellow umbrella was something special. അതായത് ജോസഫ് എന്ന് പറയുന്ന ഒരു ബോയ്, പൽമാസ് എന്ന് പറയുന്ന ഒരു ബ്രസീൽ ഒരു കൺട്രി ആണല്ലോ, ആ കൺട്രിയിലെ പൽമാസ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൽ നിന്നുള്ള ഒരു കുട്ടിയാണ് ജോസഫ് എന്ന് പറയുന്നത്. ജോസഫിന് പക്ഷേ അവരുടെ ലൈഫിൽ ഒരു യെല്ലോ അംബ്രല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു തിങ്ങാണ്. ഇനി നമുക്ക് കഥയെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു യെല്ലോ അംബ്രല്ല എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ചെറിയ ഭാഗം തന്നെയാണ് ഈ ഒരു യെല്ലോ അംബ്രല്ല എന്ന് പറയുന്ന ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. ഈ സ്റ്റോറിയിൽ പറയുന്നത് ജോസഫ് എന്ന് പറയുന്ന ഒരു മൈഗ്രേഷൻ ചെയ്തു വരുമല്ലോ, അതായത് ഇങ്ങനെ ഒരു രണ്ട് നാടുകൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ അവിടെ മറ്റൊരു നാട്ടിൽ യുദ്ധം നടക്കുന്ന ആ ഒരു യുദ്ധം ഏൽക്കുന്ന ആ ഒരു നാടുണ്ടല്ലോ, ആ നാട്ടിൽ ജീവനോടിരിക്കുന്ന ആളുകളെ മറ്റൊരു രാജ്യത്തേക്ക് അവസ്ഥ കാരണം മൈഗ്രേഷൻ ചെയ്ത് വിടും. അങ്ങനെ വരേണ്ടി വന്ന ഒരു കുട്ടിയുടെ കഥയാണ്. അവൻ ഓർഫനേജിലാണ് ജീവിക്കുന്നത്, അതായത് അവൻ്റെ അച്ഛന് വേറെ വഴിയൊന്നുമില്ല അവനെ വളർത്താനായിട്ട്. അവൻ്റെ അമ്മ മരിച്ചുപോയി. അപ്പം അവൻ്റെ അച്ഛൻ മോനിവിടെ ഇരിക്കുകയും ഞാൻ പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ഓർഫനേജിലാക്കിയിട്ട് പോയി. അങ്ങനെയുള്ള ഒരു കുട്ടിയുടെ കഥയാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഇഷ്ടമാണ്. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, റിപ്പോർട്ട് ചെയ്യത്തുള്ളൂ. ബൈ.